ഈ സ്വിമ്മിംഗ് പൂൾ ആൻഡ് പാർക്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രീ ബുക്ക് ചെയ്ത സ്വിമ്മിംഗ് പൂള്. ഇതിൽ ചെറിയ പിടുക്കുകൾക്ക്, ചെറിയ മക്കൾക്കും പിന്നെ അതിൻ്റെ തൊട്ട് വലുത് പിന്നെ മുതിർന്ന ആൾക്കാർക്ക് 3 ടൈപ്പ് ഓഫ് പൂളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു 1 ഡേ ഫുള്ളായിട്ട് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യും ആൾക്കാർ. അങ്ങനെയാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ നൈറ്റേ പോവുള്ളൂ. ഫുള്ള് ഫുഡും കാര്യങ്ങളായിട്ട് വരിക. സാറത് തണുത്ത് വിറച്ചിരിക്കുന്നു. ഇവിടുത്തെ കുട്ടികളൊരു പ്രത്യേകത ഉണ്ട്. ഇവർ ജനിച്ചപ്പേ വെള്ളത്തിലിടും തോന്നുന്നുണ്ട്. പണ്ട് ഏതൊരു നടി പറഞ്ഞായിരുന്നു. സാറാൻ്റെ ഇളയതാണിത്. അതിൻ്റെ ഒരു ആവേശം കണ്ടോ. പക്ഷെ സാറ പേടിച്ച് സ്റ്റക്കായി. ഏട്ടൻ പിയാപ്പിളയും പൊണ്ടാട്ടിയും വന്നെടുക്കോട്ട് അവിടെ തന്നെയാണ്. അവർ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങിയ ടീം. ചെറുതിന് ഞാനൊന്ന് വെള്ളത്തിലിറക്കി. ആദ്യമായിട്ടാണ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നത്. അപ്പം ആള് വണ്ടർ അടിച്ചിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത് മനസ്സിലാവാതെ. തിന്നുക കുളിക്കുക, തിന്നുക കുളിക്കുക, തിന്നുക കുളിക്കുക, ഇത് തന്നെ ഇവരെ പരിപാടി. എങ്ങനെയാണ് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്? ഇതൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ഫാദറിലോ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. മൂപ്പര് കുറേ നേരമായി വെള്ളത്തിൽ ഇറങ്ങാണ്ട്. അപ്പോൾ പിന്നെ മൂപ്പര് കൂടെ പിന്നെ മെയിനാകാൻ വേണ്ടിയിട്ട് നമ്മളെ കുറച്ച് പൊടിക്കൈകൾ. ഇതില്ലാത്തൊരു പരിപാടി ഇവർക്കില്ല. ഇതില്ലെങ്കിൽ ഫിലിപ്പീൻസ് കബൈൻസ് ഇല്ല എന്നാണ് പറയാം. എവിടെ പോയാലും പാട്ട് നിർബന്ധമാണ്. സ്വിമ്മിംഗ് പൂളിനോട് അനുബന്ധിച്ച് തന്നെ ചെറിയൊരു അക്വേറിയം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ക്യാപ്ഷനിലെ ഫിലിപ്പീൻസിലെ മങ്കി. അങ്ങനെ മങ്കി ഫിലിപ്പീൻസിലുണ്ട് ഗൈസ്. ആരാണോ ഇയാളെ ഇവിടെ എത്തിച്ചത്? അങ്ങനെ കൂട്ട ഡാൻസോട് കൂടി, ഫാമിലി ഡാൻസോട് കൂടി ഞങ്ങൾ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.